മുസ്ലിം പള്ളിയായ മസ്ജിദുൽ ബിലാലിൻ്റെ വാതിൽ പ്രഭാതത്തിൽ നമസ്കരിക്കുവാൻ വേണ്ടി തുറന്ന സമയത്ത് അവിടെ രണ്ട് പന്നിച്ചെവികൾ വാതിലിന്മേൽ തൂക്കിയിട്ടതായി കാണുകയും അതോടൊപ്പമുള്ള ഒരു കടലാസിൽ ഫ്രാൻസിസ് ഫോർ ഫ്രഞ്ച് എന്നെഴുതി പറ്റിച്ചതായി കാണുകയും ചെയ്തു എന്നതാണ്. യൂറോപ്പിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന ഞരമ്പ് രോഗത്തിൻ്റെ തലത്തിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരെണ്ണമാണ്, ഏറ്റവും അടുത്ത് നടന്ന വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഈ സംഭവം. പ്രൊഫഷണലുകൾക്ക് ഇസ്ലാമിക പ്രബോധന രംഗത്ത് എന്ത് ചെയ്യാനുണ്ട് എന്ന ചർച്ചയുടെ ആമുഖമായി ഞാൻ ഈ സംഭവത്തെ എടുത്തിട്ടത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രൊഫഷണൽ സൊസൈറ്റി സമൂഹത്തിൻ്റെ ക്രീമായി പൊതുസമൂഹം മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ളൊരു സൊസൈറ്റി, ആ സൊസൈറ്റി തന്നെ ഏത് രൂപത്തിലാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ തലച്ചോറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രബോധിത സമൂഹത്തെ മനസ്സിലാക്കാതെ പ്രബോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. പ്രബോധിത സമൂഹത്തിൻ്റെ നാഡിമിടിപ്പുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുമാകണം ഇസ്ലാമിക പ്രബോധനമെന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഗൗരവതരമായ ദൗത്യം നിർവഹിക്കപ്പെടേണ്ടത്. അങ്ങനെയാകുമ്പോൾ അമേരിക്കയിൽ അടിച്ചു വീശുന്ന ഏതൊരു സുനാമിയും അവിടെ തുടങ്ങുന്ന റെക്ടർ സ്കെയിലിൽ എത്ര ചെറുതാണെങ്കിൽ പോലും അത് ലോകത്തിൻ്റെ ഭൗതിക സാംസ്കാരിക കേന്ദ്രങ്ങളെ സ്വാധീനിക്കുന്ന വലിയ കൊടുങ്കാറ്റും തിരമാലകളുമായി തീരും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നൊരു സമൂഹം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും ആ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക്, സാമൂഹ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്നത് ഇന്നത്തെ ഒരു ഗണനാ രീതി അനുസരിച്ച് 5 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ളതിൻ്റെ ഒരു മിററാണ്. അങ്ങനെയാണ് ഒരു സ്വാഭാവികമായ സാമൂഹ്യ പരിണാമ രീതി. നമ്മുടെ സമൂഹം ലോകത്തെ എങ്ങനെ കാണുന്നു,
ഇസ്ലാമിനെ എങ്ങനെ കാണുന്നു എന്നതിൽ നിന്നാണ് നാം ആരംഭിക്കേണ്ടത് നമ്മുടെ പഠനം. ആ മനസ്സിലാക്കലിൽ നിന്നാണ് നാം എങ്ങനെ ഇടപെടണം എന്ന് തിരിച്ചറിയുന്നത്. തീർച്ചയായും നമ്മുടെ സമൂഹത്തെ, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത്, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല പദപ്രയോഗം 1979 അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റഫർ ലാച്ച് നടത്തിയ പ്രയോഗം തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ദ കൾച്ചർ ഓഫ് നാർസിസിസം. ആത്മാരാധനയുടെ സംസ്കാരം. നാം നമ്മെ തന്നെ ആരാധിക്കുന്ന, നമ്മുടെ മനസ്സിലെ വിഗ്രഹം നമ്മൾ തന്നെയായി മാറുന്ന, നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥാവിശേഷം. ഇന്ന് ആ പ്രയോഗം കഴിഞ്ഞിട്ട് ഏകദേശം 3 പതിറ്റാണ്ടായി. യഥാർത്ഥത്തിൽ വിപണിവൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹ്യ തലത്തിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തെ നോക്കിക്കണ്ടതുകൊണ്ടാണ് അന്നത്തെ വിപണിവൽക്കരിക്കപ്പെടാത്ത മനസ്സിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ തന്നെ സാധിച്ചത്. മീഡിയകളിലൂടെ, അഡ്വർടൈസ്മെന്റുകളിലൂടെ, മാർക്കറ്റിംഗിലൂടെ പരമാവധി ഉപഭോഗ വസ്തുക്കളെ തന്റെ വരുതിയിൽ വരുത്തുകയാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് അത്തരം ഒരു ഭൗതിക ഭൂമികയിൽ അല്ലാതെ വളർന്നു വന്ന വ്യക്തി എന്നുള്ള നിലക്ക് ക്രിസ്റ്റഫർ ലാച്ച് നാർസിസിസത്തിന്റെ സംസ്കാരത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞത്. ഇന്നവിടെ നിന്ന് ലോകം തന്നെ ഏറെ മുന്നോട്ട് പോയി. ഇന്ന് നമ്മളടക്കം ആ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയത്താണ്. നമുക്ക് നമ്മുടെ സുഖത്തിനപ്പുറത്ത്, നമ്മുടെ ഇഷ്ടത്തിനപ്പുറത്ത്, നമ്മുടെ കാമനകൾക്കപ്പുറത്ത്, നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത്, നമ്മുടേതാക്കുന്നതിനപ്പുറത്ത് താല്പര്യങ്ങളുണ്ടോ എന്ന തിരിച്ചറിവ്. പ്രൊഫഷണലുകൾ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല. പ്രൊഫഷണലുകൾ സമൂഹത്തിന്റെ ക്രീമാണ്. സമൂഹത്തിന്റെ ദിശണയും ചിന്താരീതിയുമെല്ലാം പ്രതിഫലിക്കും ആ സമൂഹത്തിലും. അതുകൊണ്ട് തന്നെ അവരുടെയും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഞാൻ ആണ് ഇവിടെ ജീവിക്കുവാൻ അർഹനെന്നും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എനിക്കായിട്ടുള്ളതാണ് എന്നുമുള്ള കാഴ്ചപ്പാടിൽ ആണ് പലപ്പോഴും നമ്മളെല്ലാം ആ രൂപത്തിലുള്ള പരുവത്തിലാണ് നമ്മുടെ തലച്ചോറിനെ നമ്മളറിയാതെ പരുവപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എൻ്റെ സെഷനിൽ ആത്മവിമർശനത്തിൻ്റെ സെഷനല്ല, അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം പറയാൻ വേണ്ടിയല്ല. മറിച്ചൊരു പ്രബോധിത സമൂഹത്തെ മനസ്സിലാക്കുമ്പോൾ അവരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ, ഞാനിവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ ഒരു വ്യാപകമായ കൊടുങ്കാറ്റായി ലോകത്ത് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം അതിൻ്റെ ശക്തമായ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ്. ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ കുറിച്ച ഭയം, ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് പേടി തോന്നുന്ന അവസ്ഥ, ഒരു ഇസ്ലാമിക ചിഹ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കടന്നു വരുമ്പോൾ, ഇസ്ലാമികമായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെല്ലാം ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന അവസ്ഥ. ഇസ്ലാമോഫോബിയ എന്ന പദത്തിന് ഏറെ കാലത്തെ പഴക്കമൊന്നുമില്ല. നമുക്കറിയാം, അത് ഇന്നും പല ഡിക്ഷണറികളിലും വന്നിട്ടില്ലാത്ത, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ